ഇപ്പോൾ പി മോഹനൻ അർജുന്റെ വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കും. അത് മലയാളികളുടെ ഒരു സവിശേഷതയാണ്. മറ്റെവിടെയും കാണാത്ത, ഒരുപക്ഷെ മറ്റെവിടെയും ലഭിക്കാത്ത ഉദാത്തമായ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മാതൃകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ എല്ലാം മറന്നുകൊണ്ട്, എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ മനസ്സാലെയാണ് നാട് മുഴുവൻ ഒന്നിച്ചത്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു, അവരെ ആശ്വസിപ്പിക്കാൻ സന്നദ്ധമായി. അതുപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ വേണ്ടത്ര ജാഗ്രത അവിടെ തെരച്ചിലിനുണ്ടായില്ല എന്ന അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആദ്യഘട്ടങ്ങളിൽ 1-2 ദിവസം. തുടർന്ന് കേരള സംസ്ഥാന ഗവൺമെൻറ് എല്ലാ നിലയിലും മുൻകൈയെടുത്ത് നല്ല നിലയിൽ കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയും ആശയവിനിമയം നടത്തുകയും എല്ലാം ചെയ്തതിനെ തുടർന്ന് നല്ല നിലയിലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ തെരച്ചിലിനുള്ള ക്രമീകരണങ്ങളുമാണ് അവിടെ ഉണ്ടായത്. ഈ നിലയിൽ കേരളത്തിലെ സർക്കാർ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലക്കാരായ 2 മന്ത്രിമാർ, PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും, അതുപോലെ MLA മാർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ഒറ്റ മനസ്സാലെ നടത്തിയ ഒരു ശ്രമവും ഈ കുടുംബത്തിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് നടത്തിയ ഇടപെടലും ഒക്കെയാണ് അവസാനം അർജുനെ സംബന്ധിച്ച് അവർക്ക് ഈ തെരച്ചിൽ പൂർണ്ണതയിലെത്തിക്കാനും അർജുൻ്റെ മൃതദേഹം കണ്ടെത്താനും സാധിച്ചിട്ടുള്ളത്. കേരളത്തിന് എല്ലാ കാലത്തും ഈ കുടുംബത്തിൻ്റെ നഷ്ടവും ദുഃഖവും ഒരിക്കലും അത് പരിഹരിക്കാനാവില്ല. പക്ഷേ അവരുടെ ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അർജുൻ്റെ നഷ്ടത്തിന് പകരം വെക്കാൻ ഒന്നുകൊണ്ടുമാവില്ല എന്ന് അറിയാമെങ്കിലും ഇവിടെ CPIM-ഉം ഇടതുപക്ഷവും എല്ലാം മുൻകൈയെടുത്ത് CPIM-ൻ്റെ ഭരണ നേതൃത്വത്തിലുള്ള ബാങ്കേരി സർവീസ് സഹകരണ ബാങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് തീരുമാനമനുസരിച്ച് ഇവിടെ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നതിനും തയ്യാറായി. ഞങ്ങളുടെ അഭ്യർത്ഥന സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണ മനസ്സാലെ അംഗീകരിച്ചു. പ്രത്യേക ഉത്തരവിലൂടെ അത് നടപ്പിലാക്കുകയും ചെയ്തു. ഈ നിലയിലെല്ലാം നാട് മുഴുവൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ അർജുന്റെ വീട്ടിലെത്തിയതായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളക്കര അത്രത്തോളം സ്നേഹത്തോടെ പ്രിയപ്പെട്ടവനെ ചേർത്ത് നിർത്തുകയാണ് ഈ ഘട്ടത്തിൽ. ആ കുടുംബത്തെ നമ്മൾ അത്തരത്തിൽ തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്, അവർക്കൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ അവർക്ക് നഷ്ടമായതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു ദുരവസ്ഥയാണിത്. ഈ ഘട്ടം നമ്മൾ എങ്ങനെ അതിജീവിക്കും, നമ്മൾ അതിജീവിക്കുന്നതിനപ്പുറം ആ കുടുംബം എങ്ങനെ അതിജീവിക്കും എന്നതിലേക്കാണ് നമ്മൾ ഇനി ശ്രദ്ധ ചെലുത്തേണ്ടത്. ആ കുടുംബത്തിനൊപ്പം തണലായി നമുക്ക് ഉണ്ടാകാം, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ. ഞാൻ ടോം കുര്യാക്കോസിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം അർജുന്റെ കണ്ണാടിക്കൽ ജംഗ്ഷനിലുണ്ട്. അതെ, അർജുന്റെ